ട്രാവൽ ഏജന്റിന്റെ തട്ടിപ്പിന് ഇരയായതിനെ തുടർന്ന് 22 വർഷമായി പാകിസ്ഥാനിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരിയെ വാഗ അതിർത്തി വഴി ജന്മനാട്ടിലേക്ക് അയച്ചു. മുംബൈ സ്വദേശിയായ ഹമീദ ബാനോയെയാണ് തിരിച്ചയച്ചതെന്ന് ലാഹോറിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2002-ലാണ് ഇവർ സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദ് ജില്ലയിലെത്തിയത്. ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒരു ട്രാവൽ ഏജന്റ് ഇവരെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. തിങ്കളാഴ്ച കറാച്ചിയിൽ നിന്ന് വിമാനമാർഗം ലാഹോറിലെത്തിയ ഹമീദ ബാനു പിന്നീട് വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അവരെ വിട്ടയച്ചതായി ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. കുടുംബവുമായി വീണ്ടും ഒന്നിക്കാൻ കഴിയുന്നതിൽ ബാനു സന്തോഷം പ്രകടിപ്പിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെ ഒരു ദിവസം വന്നത് ഭാഗ്യമാണെന്ന് അവർ പറഞ്ഞു. ദുബായിൽ പാചകക്കാരിയായി ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് റിക്രൂട്ട്മെന്റ് ഏജന്റ് ഹമീദയെ പാകിസ്ഥാനിലേക്ക് കടത്തിയത്. 2002-ൽ ഇന്ത്യ വിട്ടതിനെ തുടർന്നുള്ള ഇവരുടെ ദുരനുഭവങ്ങൾ പ്രാദേശിക യൂട്യൂബർ പുറത്തുവിട്ടിരുന്നു. ഇന്ത്യയിലെ കുടുംബവുമായി ബന്ധപ്പെടാൻ ഇതുവരെ സഹായിച്ചിരുന്നു. പാകിസ്ഥാനിലേക്ക് വരും മുമ്പ് ഇന്ത്യയിലുള്ള 4 കുട്ടികളെ സാമ്പത്തികമായി പിന്തുണച്ചിരുന്നതായി യൂട്യൂബറുമായുള്ള സംഭാഷണത്തിൽ ഹമീദ ബാനു വ്യക്തമാക്കിയിരുന്നു. മുമ്പ് ദോഹ, ഖത്തർ, ദുബായ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ പാചകക്കാരിയായി ജോലി ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ താമസത്തിനിടെ കറാച്ചി സ്വദേശിയായ ഹമീദ ബാനു വിവാഹം കഴിച്ചിരുന്നു. COVID-19 ബാധിച്ച് അയാൾ മരിച്ചു. അതിനുശേഷം അയാളുടെ മകനോടൊപ്പമാണ് താമസം.